ബാലനാട് പ്രവർത്തിക്കുന്ന റെസിഡൻസ് അസോസിയേഷൻ്റെ കേന്ദ്ര സംഘടനയായ പ്രാപ്സിൻ്റെ ജനറൽ സെക്രട്ടറി ബാലനാട് അൽഫോൺസാണ്. അത് പ്രാപ്സിൻ്റെ പ്രസിഡന്റ് പൂങ്കുടി സുനിൽകുമാറാണ്. ഇത് പ്രാപ്സിൻ്റെ വൈസ് പ്രസിഡന്റും പ്രതികരണ വേദിയുടെ ചെയർമാനും ഒരു ചെറുകിട കച്ചവടക്കാരുടെ സംഘടനയായ KTJയുടെ സെക്രട്ടറിയുമാണ് HA നൗഷാദ്. ഇത് ഇവിടുത്തെ അഗസ്ത്യ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി സരസ്വതി. ഇത് നിൽക്കുന്നത് SP മാരാണ് ബാറ്റോട് നിൽക്കുന്നത്. നമ്മളിവിടെ നിൽക്കുന്നത് കേരളത്തിനകത്ത് അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ വസ്ത്രം വാങ്ങാൻ വേണ്ടി ഏറ്റവും കൂടുതൽ വരുന്നത് ബാലരാപുരത്താണ്. കൈത്തറി വസ്ത്രം വന്നത് ബാലരാപുരത്താണ്. ബാലരാപുരം കൈത്തറി വസ്ത്രങ്ങളുടെ ഒരു കലവറയാണ്. ഏറ്റവും വില കുറച്ച് നല്ല ക്വാളിറ്റി കിട്ടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലല്ല, ഇന്ത്യയിൽ മൊത്തത്തിലുള്ള എല്ലാ ജില്ലയിൽ നിന്നുള്ള സ്റ്റേറ്റിലുള്ള ആൾക്കാരോട് വരുമ്പോഴത്തേക്കും ഈ റോഡിൽ നിന്ന് ബാലരാപുരം തിരുവനന്തപുരം നേറ്റക്കര റോഡ് നേഷണൽ NH അതിൽ കൂടെ ഭയങ്കര തിരക്ക് കാരണം ഇതിനകത്തോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ട്. മാത്രമല്ല ആളുകൾക്ക് വന്ന് സാധനം വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥ പ്രാപ്സ് മനസ്സിലാക്കിക്കൊണ്ട് നേറ്റക്കര DSPയും ബാലരാപുരം CSHO അതുപോലെ തന്നെ SIയും എല്ലാവരും ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനും ഇവിടുത്തെ കച്ചവടക്കാരുടെ പ്രാപ്സ് കൂടിയാലോചന അടിസ്ഥാനത്തിൽ ഇവിടുത്തെ കച്ചവടക്കാരുടെയും ഈ പ്രദേശത്തുള്ള റെസിഡൻസ് അസോസിയേഷൻ അഗസ്ത്യ റെസിഡൻസ് അസോസിയേഷൻ്റെയും സാമ്പത്തികമായിട്ടുള്ള ഒരു ശേഖരണം കൂടെ നടത്തിക്കൊണ്ട് കുറേ SPSCമാർ പോസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസിനെ സഹായിക്കുവാനും ഇവിടുത്തെ ജനങ്ങളെ സഹായിക്കുവാനും ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ 3 ദിവസം ഉണ്ടായിരുന്നു. ഇന്ന് മുതൽ 14-ാം തീയതി വരെ ട്രാഫിക് മൊത്തം നിയന്ത്രിച്ചുകൊണ്ട് എല്ലാ ആളുകൾക്കും സ്വതന്ത്രമായി വരുവാനും വാഹനങ്ങൾ കൊണ്ടുപോകാനും അതിനുള്ള പാർക്കിംഗ് സൗകര്യം ഒരുക്കിക്കൊണ്ടുള്ള സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. മാത്രമല്ല ഈ ഓണത്തിന് തസ്കരന്മാരുടെ ശല്യം ഉണ്ടാകും, പിടിച്ചു പറയും, മോഷണം ഉണ്ടാകും. അതിനെല്ലാം നിയന്ത്രിക്കുവാൻ വേണ്ടി റെസിഡൻസ് അസോസിയേഷൻ അഗസ്ത്യ റെസിഡൻസ് അസോസിയേഷൻ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഈ ബാലരാപുരത്ത് ഈ അഗസ്ത്യ റെസിഡൻസ് അസോസിയേഷൻ്റെ കീഴിലുള്ള സാലിയോ തെരുവിൽ വളരെ സുലഭമായി തന്നെ സ്വതന്ത്രമായി തന്നെ വളരെ പേടി കൂടാതെ തന്നെ വാഹനങ്ങൾ വന്ന് സാധനം വാങ്ങിക്കാൻ വേണ്ടി എല്ലാവർക്കും വരാവുന്നതാണ്. കേരളത്തിനകത്തുള്ള ഇങ്ങോട്ടുള്ള ആൾക്കാർ ഇത് വീഡിയോ കണ്ടുകൊണ്ട് എല്ലാവരും ഈ ഭാഗത്ത് ഒരു കഴിഞ്ഞ പ്രാവശ്യം പലരും ബുദ്ധിമുട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് നേറ്റക്കര ഭാഗത്തും മറ്റു തമിഴ്നാട് ഭാഗത്തും പോയിട്ട് അവസ്ഥ ഉണ്ടായിട്ട് ഇപ്പം അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും സ്വാഗതം. കേരളത്തിനകത്തുള്ള ഇന്ത്യക്കകത്ത് എല്ലാവർക്കും ഈ ശാലുവത്തിന് സ്വാഗതം ചെയ്യുകയാണ്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടുത്തെ അഗസ്ത്യ റെസിഡൻസ് പ്രാപ്സും പോലീസും ചേർത്ത് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളെ സഹായിക്കാൻ വേണ്ടി SP-മാരോട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും എത്തുക. എല്ലാ ക്രമസമാധാനം നിലനിർത്തിക്കൊണ്ടുള്ള പരിപാടിയായിരിക്കും. ഈ നാട്ടുകാരെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ചെയ്യുന്നത്. ബിസിനസ്സുകാരും നാട്ടുകാരും എല്ലാം ചേർന്നുള്ള സംവിധാനം ചെയ്തിരിക്കുകയാണ്. നിങ്ങളെ കേരളത്തിലെ എല്ലാ ഉപഭോക്താക്കളെ ഞങ്ങൾ ഇവിടെ പ്രാപ്സിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിലെ ബാലരാപുരം എന്ന് പറയുന്നത് കേരളത്തിലെ കൈത്തറിയുടെ വ്യവസായത്തിൻ്റെ ഏറ്റവും പ്രധാന കേന്ദ്രമാണ്. മഹാരാജാവിൻ്റെ കാലം മുതൽ കൈത്തറി വ്യവസായം വികസിപ്പിക്കുന്നതിനും അവരുടെയൊക്കെ വസ്ത്രങ്ങൾ നെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ബാലരാപുരത്തിനെ കൈത്തറിയുടെ കേന്ദ്രമാക്കി മാറ്റിയത്. വിവിധ തരത്തിലുള്ള ആളുകൾ കൈത്തറി വസ്ത്രവുമായി ഇവിടെ എത്തുന്നതും അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൈത്തറി വസ്ത്രം വാങ്ങാൻ വേണ്ടിയിട്ടും ഈ ബാലരാപുരം പ്രദേശത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം സൗകര്യങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നത്. അത് പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം.